ഹായ് എവരിവൺ, ലേൺ തെലുഗു ത്രൂ മലയാളം. കുറച്ച് നാളുകളായി തെലുഗു വീഡിയോകൾ വന്നിട്ട്, തെലുഗല്ല എല്ലാ വീഡിയോ വന്നിട്ട്. അപ്പം ഇങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ പോയി പരിശോധിക്കാവുന്നതാണ്. അവിടെ ഞാൻ അപ്ഡേറ്റ് ഇടുന്നതായിരിക്കും. എന്താണ് പ്രശ്നം, എത്ര നാളും കൂടി ഏകദേശം എടുക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു അവിടെ എന്തുകൊണ്ടാണ് ഒരാഴ്ച വീഡിയോ ഇല്ലാതിരുന്നതെന്ന്. ഓക്കെ, വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടോ നിർത്തി പോയതുകൊണ്ടൊന്നുമല്ല, അവിടെ കൃത്യമായ കാരണം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം കുറെ പേരൊക്കെ ഒരു സ്പീഡി റിക്കവറി എനിക്ക് വിഷ് ചെയ്തിരുന്നു. താങ്ക് യു ഓൾ. അപ്പം നമ്മൾ തെലുങ്കിൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് വർത്തമാനകാലത്തിൽ എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാം എന്നായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഇതുവരെ ഒരു 6 വീഡിയോകൾ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. സബ്ജക്ട് ഇതൊക്കെയാണെങ്കിൽ ഞാൻ, നീ, നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ, അവൻ, അവൾ. ഓക്കെ, അപ്പം ഈ 6 ഈ 6 വീഡിയോകൾ ചെയ്തിട്ടുള്ളെങ്കിലും സബ്ജക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലുണ്ട്. അതായത് ഞാൻ, നീ, നിങ്ങൾ, താങ്കൾ, നമ്മൾ, ഞങ്ങൾ, അവൻ, അവൾ. ഓക്കെ, അപ്പം 8 സബ്ജക്റ്റുകൾ വരികയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നത് തെലുങ്കിൽ വർത്തമാനകാലത്ത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇന്ന് 9ാമത്തെ ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ ഇതൊരു 7ാമത്തെ വീഡിയോ ആണ്. ഇതിന് ശേഷം ഒരൊറ്റ വീഡിയോയും കൂടി ഉണ്ടാവുകയുള്ളൂ തെലുങ്കിലെ വർത്തമാനകാലത്തിൽ എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കാവുന്നത്. അതിനുശേഷം കുറച്ചും കൂടി കോംപ്ലക്സ് ആയ സെന്റൻസുകളും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറെയൊക്കെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവർ ആണ് സബ്ജക്റ്റ് എങ്കിൽ എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കുന്നതാണ്. അപ്പം അവർ എന്നതിന് എന്തൊക്കെയാണ് വാക്കുകൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രോപ്പറായ വാക്ക് വാരു എന്നാണ്. പ്രോപ്പറായ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ എളുപ്പമുള്ള ഒരു വാക്ക് വാരു എന്നാണ്. തെലുങ്കന്മാർക്ക് പറയാൻ എളുപ്പമുള്ള വാക്ക് വാള്ളു എന്നാണ്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഇവർ എന്ന് പറയാനുള്ള വാക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. കാരണം അതും ഒരേ ഘടന തന്നെ, ഒരേ വാക്യഘടന തന്നെയാണ്. അപ്പം ഇവർ എന്ന് പറയാനായിട്ട് നമ്മളെ മലയാളികൾക്ക് എളുപ്പം വീരു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തെലുങ്കുമാർക്ക് എളുപ്പം വിള്ളു എന്നാണ്. അപ്പം വാരു, വള്ളു, വീരു, വിള്ളു, അവർ, ഇവർ, ഇത്രയൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വാരു അല്ലെങ്കിൽ വാള്ളു, വീരു അല്ലെങ്കിൽ വീള്ളു വെച്ച് ആദ്യത്തെ ഉദാഹരണം വെച്ച് പറയാം. അവർ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് ഉള്ള വാക്യമാണ് വാരു അല്ലെങ്കിൽ വാള്ളു വസ്തുന്നാരു. ഓക്കെ, അപ്പം ക്രിയയുടെ ഒപ്പം തു, ന, രു എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു വാക്യമായി. അവർ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് വാരു അല്ലെങ്കിൽ വാള്ളു വെളുത്തുന്നാരു, പോത്തുന്നാരു, വെള്ളിപ്പോത്തുന്നാരു. കാരണം പോകുന്നതിന് 3 വാക്കുകളുണ്ട്: പോ, വെല്ലു, വെള്ളിപ്പോ. അതുകൊണ്ട് തന്നെ വാരു പോത്തുനാരു, വാരു വെളുത്തുന്നാരു, വാരു വെള്ളിപ്പോത്തുനാരു. ഇതിൽ ഏത് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. ഇനി ഇതെല്ലാം ഇവർ എന്ന് പറഞ്ഞ് പറയണമെങ്കിൽ വീരു വസ്തുന്നാരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്നുകൊണ്ടിരിക്കുകയാണ്. വീരു വെളുത്തുന്നാരു, വീരു പോത്തുനാരു, വീരു വെള്ളിപ്പോത്തുനാരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വാരു വീരു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മനസ്സിലാക്കിയിരിക്കുക. വാള്ളു, വീള്ളു ഈ വാക്കുകളും കൂടിയുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞ വാക്യഘടന നമ്മൾ മുൻപും പഠിച്ചിട്ടുണ്ട്. ഈ മീരു വരികയാണെങ്കിൽ, താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ വരികയാണെങ്കിൽ എന്താണ് ആ വാക്യഘടന? അതേ വാക്യഘടന തന്നെയാണ് ഇവിടെ അവർ എന്നതിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, മീരു വസ്തുന്നാരു എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന അതേ സംഭവം തന്നെ അവിടെ വസ്തുന്നാരു. മീരു വസ്തുന്നാരു, വാരു അല്ലെങ്കിൽ വാള്ളു വസ്തുന്നാരു, അതും അല്ലെങ്കിൽ വീരു അല്ലെങ്കിൽ വീള്ളു വസ്തുന്നാരു. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തുന്നാരു അല്ലെങ്കിൽ പോത്തുന്നാരു, വെളുത്തുന്നാരു, വെള്ളിപ്പോത്തുന്നാരു എന്നൊക്കെ പറയുന്നത് ഏതൊക്കെ സബ്ജക്റ്റിനൊപ്പം ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ, ആയന അദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞത്, പിന്നെ ഈയന ഇദ്ദേഹം. ഇപ്പൊ നമ്മൾ പഠിച്ച വാരു, വാള്ളു, വീരു, വീള്ളു ഇതിനെല്ലാം കൂടി ആകെ ഒരൊറ്റ വാക്യഘടനയുള്ളൂ. അപ്പം സെന്റൻസ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. ഞാൻ എല്ലാം പറയുന്നില്ല, കാരണം വാരു അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ ഇവർ അതിന് പകരമായിട്ട് വേറെ എന്തൊക്കെ വരും അതും കൂടി ഞാൻ ഒന്ന് പറഞ്ഞുതരാൻ പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് എല്ലാ ക്രിയകളും ഞാൻ പറയുന്നില്ല. നിങ്ങൾ തന്നെ സ്വയം നമ്മൾ പഠിച്ച ക്രിയകൾ വെച്ച് വാക്യങ്ങൾ ഉണ്ടാക്കി നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ ചുമ്മാ മനസ്സിലോട്ട് ആദ്യം വരുന്ന കുറച്ച് ക്രിയകൾ ഞാൻ പറഞ്ഞുതരാം.
ബാക്കിയൊക്കെ നിങ്ങൾ ആ പഴയ 60-70 ക്രിയകൾ വെച്ച് വാക്യം ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പം വാരു ഞാൻ വാളു എന്ന് പറഞ്ഞ് പറയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ തെലുങ്കന്മാർ കൂടുതൽ ഉപയോഗിക്കുന്ന ആ വാക്കാണ്. ഓക്കെ, വാളു ചെപ്തുനാരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാളു ചേസ്തുനാരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാളു പ്രാർത്ഥിച്ചുനാരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വാളു പണി ചേസ്തുനാരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാളു വിൻറ്റുനാരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വാളു ചതുത്തുനാരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വാളു നേർച്ചുകൊണ്ടുനാരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ പഠിച്ച എല്ലാ ക്രിയകൾ വെച്ചും ഈ ഒരു ഫോർമാറ്റിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെന്റൻസ് കിട്ടും. ഓക്കെ, ഇനി ഒരാൾ, 2 പേർ, 3 പേർ, 4 പേർ, അവിടുന്ന് അങ്ങോട്ട് എത്ര ആളുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്രയും പേർ എന്നെങ്ങനെ തെലുങ്കിൽ പറയാം എന്ന് പറഞ്ഞുതരാം. അപ്പം ഒരാൾ എന്ന് പറയാനായിട്ട് അത് ബഹുമാനം കൊടുക്കാതെ ഒരാൾ എന്ന് പറയുന്ന വാക്കാണ് ഒക്കടു. ഞാൻ ഈ നമ്പറുകളെ പറ്റി പറഞ്ഞപ്പം തെലുങ്കിൽ എണ്ണാം പറഞ്ഞു തന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെയാണ് 1 മുതൽ 10 വരെ എണ്ണുന്നത്. അതിനകത്ത് ഈ 1 എന്ന് പറയുന്നത് 1 എന്നാണ്. ഒരു എന്ന് പറയാനായിട്ട് വേറെ വാക്കാണ്. മലയാളത്തിൽ അങ്ങനെയാണല്ലോ, 1, 1. നമ്മള് 1 പുസ്തകം എന്ന് പറയില്ല, ഒരു പുസ്തകം എന്നേ പറയുള്ളൂ. അപ്പം ഒരു എന്ന് പറഞ്ഞ വേറെ വാക്കുണ്ട്, 1 എന്ന് ഒരു എണ്ണമേ ഉള്ളൂ എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം അതേപോലെ തന്നെ ഇവിടെ തെലുങ്കിലും 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1. അത് ചുമ്മാ 1 എന്ന് പറയാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ, അതായത് 1 എന്ന് പറയാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഒരു എന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിന്റെ ഒപ്പം ഉപയോഗിക്കുന്ന വാക്കാണ് ഒക്ക. ഓക്കെ, അപ്പം ഒരു ഉദാഹരണത്തിന് ഒക്ക പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകമാണ്, നമ്മുടെ പുസ്തകമാണ്, ബുക്കാണ്. പുസ്തകമു എന്നാണ് കറക്റ്റായ, ഞാൻ പറഞ്ഞല്ലോ ഈ തെലുങ്കിലെപ്പോഴും ഒരു വവൽ സൗണ്ടിലാണ് എല്ലാ വാക്കുകളും അവസാനിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കിയാൽ പുസ്തകമു ആണ് കറക്റ്റായ വാക്ക്, പുസ്തകം എന്നേ പറയാറുള്ളൂ. ഈ മേമു മനമു എന്ന് പറഞ്ഞ വാക്കുകൾ നമ്മൾ മേം മനം എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന പോലെ. ഓക്കെ, അപ്പം അല്ലെങ്കിൽ ഓക്കെ ഒരു ഇംഗ്ലീഷ് വാക്ക് വെച്ച് പറയാം, അതായിരിക്കും കുറച്ച് എളുപ്പം. ഒക്ക കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർ. ഓക്കെ, അപ്പം ഈ ഒക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്നാണ് അർത്ഥം. ഈ ഒക്ക എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ വസ്തുക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒക്കടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾ. ആ ആൾ എന്ന് പറയുന്നത് ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷനായിരിക്കണം. പിന്നെ ബഹുമാനം കൊടുക്കാതെ പറയുന്നതായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ വാടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം. വാടു, അത്തടു, ആ ഡു, ആ ഒരു ഫോർമാറ്റാണ് ഇവിടെ. അപ്പം ഒക്കടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ. കർച്ചയ വാക്കാതാണ് മലയാളത്തിൽ, ഒരുത്തൻ. ഒരുത്തി എന്ന് പറയുന്നതിന് തെലുങ്കിൽ വാക്കില്ല. അതായത് അപ്പം അതിന് പകരം വേറെ എന്ത് പറയാൻ ഞാൻ പറഞ്ഞുതരാം കുറച്ചായിട്ട്. അപ്പം ഈ ഒക്കടു എന്ന് പറയുന്നത് നമുക്കൊരു ബഹുമാനമില്ലാതെ ഒരുത്തൻ എന്ന് പറയുന്നതാണ്. ബഹുമാനത്തോടെ ഒരു ആൾ, അദ്ദേഹം എന്ന് പറയാനുള്ള വാക്കാണ് ഒക്കരു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ വാക്കൊക്കെയാണ് ഒക്കട്ടി, ഒക്ക, ഒക്കടു, ഒക്കരു. ഓക്കെ, ഇതിനകത്ത് ഒക്കട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, ഒക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു, അതിനുശേഷം വസ്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളെ പറയാൻ വേണ്ടി പറയണം. അതിനുശേഷം ഒക്കടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ, ഒരുത്തൻ. ഒക്കരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനത്തോടെ ഒരാൾ, ഒരു പുള്ളിക്കാരൻ, ഒരു അദ്ദേഹം. ഇനി ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടി എന്ന് പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതാണ് ഈ ഒരുത്തി എന്ന് പറയുന്നതിന് പകരമായിട്ട് തെലുങ്കിലുള്ള തത്തുല്യമായ ഒരു പദം. ഓക്കെ, ഈ ആൺകുട്ടി പെൺകുട്ടി നമ്മൾ അങ്ങനെ എടുത്തു പറയാറില്ല മലയാളത്തില്. 2 പിള്ളേരുണ്ടായിരുന്നു, 3 പിള്ളേരുണ്ടായിരുന്നു, അല്ലെങ്കിൽ 5-6 പെൺകുട്ടികളുണ്ടായിരുന്നു, അത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ആൺകുട്ടികളുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ എടുത്തു പറയാറില്ല. പിന്നെ ഈ മലയാളത്തിലെ കുട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പെൺകുട്ടികളെയാണ് നോർമലി ഉദ്ദേശിക്കുന്നത്. ആൺകുട്ടികളെ കുട്ടി എന്ന് പറയാറില്ല എന്നല്ല, കമന്റിലോട് തെറി പറയാൻ വരരുത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം ഒരു പെൺകുട്ടിയെ കുട്ടി എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ടല്ലോ, ഒരു ആൺകുട്ടിയെ കുട്ടി എന്ന് പറഞ്ഞ് വിളിക്കാറില്ല, എടാ എന്ന് പറഞ്ഞ് വിളിക്കാറുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ന് എടുത്ത് പറയേണ്ട ഒരു 1 ബോയ് 1 ഗേൾ എന്ന് പറയുന്ന തെലുങ്കിലെ വാക്കുകൾ ഇതൊക്കെയാണ്. ഒക്ക അബ്ബായി. അബ്ബായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടി എന്നാണ് അർത്ഥം. അമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടി എന്നാണ് അർത്ഥം. അമ്മായി നമ്മുടെ മലയാളത്തിലെ അമ്മായി അല്ല, വാക്ക് തന്നെയാണ് അമ്മായി. അമ്മായി എന്നെടുത്ത് പറയാറില്ല, അത്രേ ഉള്ളൂ. അമ്മായി, അബ്ബായി, അമ്മായി. അബ്ബായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടി, അമ്മായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടി. അവിടെ ഒക്ക അബ്ബായി എന്ന് പറയാം. ഒക്ക അബ്ബായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൺകുട്ടി, ഒക്ക അമ്മായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി. ഓക്കെ, അപ്പം ഒരു കഴിഞ്ഞു. ഒരാൾ, ഒരുത്തൻ,
ഒരുത്തി, അത് കഴിഞ്ഞു. ഇനി രണ്ടുപേർ, ഇരുവർ. ഞാൻ കന്നഡ ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, മലയാളത്തിൽ നമ്മൾ അങ്ങനെ ഇരുവർ എന്ന് പറഞ്ഞ് ഉപയോഗിക്കാറില്ല, രണ്ടുപേർ എന്ന് പറഞ്ഞ് ഉപയോഗിക്കാറുണ്ട്. ഇരുവർ എന്ന് പറഞ്ഞ വാക്കുണ്ട്, അവരിരുവരും. പക്ഷെ അതൊക്കെ ഒരു സാഹിത്യ ഭാഷയാണ്. പദ്യം, കഥ, നോവൽ അതിലൊക്കെ ഉപയോഗിക്കുന്നതാണ്, നാടകത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്, സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. സംസ്ഥാന ഭാഷ നമ്മളങ്ങനെ അധികം ഉപയോഗിക്കാറില്ല, ഇരുവർ എന്ന് പറഞ്ഞ് ഉപയോഗിക്കാറില്ല, രണ്ടുപേർ എന്ന് പറഞ്ഞേ പറയാറുള്ളൂ. പക്ഷെ ഈ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലും ഇന്ത്യയിലെ വേറെ കുറേയൊക്കെ ഭാഷകളിലും ഇരുവർ അല്ലെങ്കിൽ രണ്ടുപേർ എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈവൻ ഇംഗ്ലീഷിൽ പോലും ബോത്ത് ഓഫ് ദം എന്ന് പറഞ്ഞ് ഉപയോഗിക്കാറുണ്ട്, ബോത്ത് എന്ന് വെച്ചാൽ രണ്ടുപേർ. അപ്പം ആ ഒരു വാക്കാണ് ഇദ്ദരു. ഓക്കെ, ഇദ്ദരു എന്നാണ് ആ പ്രോപ്പറായ വാക്കെങ്കിലും സംസാര ഭാഷയിൽ ഇദ്ദരം എന്ന് പറഞ്ഞ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ കുറെയൊക്കെ വാക്കുകൾ ഊയിൽ അവസാനിക്കുന്നവർ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന ഒരു പതിവുണ്ട്. ഓക്കെ, നോർമലായ സംസാര ഭാഷയിൽ. സാഹിത്യ ഭാഷയിലോ എഴുത്തു ഭാഷയിലോ അങ്ങനെ ഉപയോഗിക്കാറില്ലെങ്കിൽ പോലും. അപ്പം ഇദ്ദരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേർ. ഓക്കെ, അത് ആൺകുട്ടിയാകാം, ആൺകുട്ടികളാകാം, പെൺകുട്ടിയാവാം, പെൺകുട്ടികളാകാം, ആരാണെങ്കിലും. ഓക്കെ, അവർ രണ്ടുപേരെന്ന് പറഞ്ഞ് പറയാനുള്ള വാക്കാണ് ഇദ്ദരു, ഇദ്ദരം. ഓക്കെ, ഇനി മൂന്ന് പേർ, മൂവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാറില്ല. എനിക്ക് തോന്നുന്നു ഈ സാഹിത്യ ഭാഷയിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. മൂവർ, മൂവരും, അവർ മൂവരും ഉപയോഗിക്കാറുണ്ട് നോവൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ കാറ്റഗറിയിൽ. അപ്പം ആ വാക്കാണ് മുഗ്ഗുരു. ഓക്കെ, മുഗ്ഗുരു, ഇതിനും മുഗ്ഗുരം എന്ന് പറഞ്ഞ് ഉപയോഗിക്കാറുണ്ട് സംസാര ഭാഷയിൽ. പക്ഷെ നമ്മൾ കേൾക്കുന്ന നേരത്ത് നമ്മൾ കേൾക്കുന്ന ഇങ്ങനെയായിരിക്കും, മുഗ്ഗരു, മുഗ്ഗരു, മുഗ്ഗരം. ശരിയായ ഭാഷ, ശരിയായ വാക്ക് മുഗ്ഗുരു എന്നാണ്, മുഗ്ഗുരു, മുഗ്ഗുരം. പക്ഷേ നമ്മൾ കേൾക്കുന്ന നേരത്ത് മുഗ്ഗരു, മുഗ്ഗരം എന്ന് നമ്മൾ കേൾക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അവിടെ നോട്ട് 4, 5, 6, 7, 8, 9, 10 വരെ ഞാൻ വേറൊരു ഫോർമാറ്റ് പറഞ്ഞുതരാം. പക്ഷെ വാക്കുകളുണ്ട്. ഒരു ഉദാഹരണത്തിന് 4 പേർ എന്ന് പറയാനായിട്ടുള്ള വാക്കാണ് നലുഗുരു, 5 പേർ എന്ന് പറയാനായിട്ടുള്ള വാക്കാണ് ഐതുഗുരു. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ടൊരു ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നാറുണ്ട്. ഓക്കെ, 5 ഗുരു, 6 ഗുരു, അങ്ങനെ അങ്ങോട്ട് എല്ലാം ഗുരു എന്ന് പറഞ്ഞ് അങ്ങ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വാക്കായി. ഈ മുഗ്ഗുരു എന്ന് പറഞ്ഞതിന്റെ ആ ഗുരു എടുത്ത് വേറെ എല്ലായിടത്തും ഉപയോഗിക്കുന്ന 4 ഗുരു, 5 ഗുരു, 6 ഗുരു, അത് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകളല്ല ഈ 4 ഗുരുവും 5 ഗുരു ഒക്കെ. ഓക്കെ, അപ്പം അതിന് പകരമായിട്ട് ഇത്രയും ആളുകൾ എന്ന് പറയുന്ന വാക്കാണ് മന്തി എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിക്കുന്നത്. മന്തി എന്ന് ഒറ്റയ്ക്കൊരു വാക്കായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പോൾ അത് സെന്റൻസ് ആയിട്ട് പറയാം, 5 മന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേർ, 6 മന്തി എന്ന് വെച്ചാൽ 6 പേർ, 7 മന്തി എന്ന് വെച്ചാൽ 7 പേർ. അതേപോലെ എല്ലാ നമ്പറും 10 മന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേർ. ഓക്കെ, 20 മന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 പേർ. അങ്ങനെ ആ ഒരു ഫോർമാറ്റിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, മന്തി എന്ന് പറഞ്ഞ്, മന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ, ആളുകൾ, ജനങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മന്തി എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് ഉപയോഗിക്കാറില്ല. ഒരു നമ്പർ പറയുക, അതിനൊപ്പം ഇതങ്ങ് പറയുക, 50 മന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 പേർ. ഓക്കെ, അപ്പം ഈ നമ്പറുകളെ പറ്റിയുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യത്തോടെ പറയുന്നത് 50 മന്തി, 60 മന്തി എന്നൊക്കെ. ഓക്കെ, മനസ്സിലാവുന്നുള്ളൂ. ഇനി ഉള്ള വേറൊരു വാക്കാണ് എല്ലാവരും. ഓക്കെ, എല്ലാവരും എന്ന് പറയുന്ന വാക്കാണ് അന്തരു. ഓക്കെ, ഇവിടെയും ഞാൻ കേട്ടിരിക്കുന്ന ഒരു കുറച്ചും കൂടി ലോക്കലായ ഒരു തെലുഗു കൾച്ചറിൽ കുറച്ചും കൂടി കൊളോക്കിയലായി സംസാരിക്കുന്ന വില്ലേജുകളിലൊക്കെ കേട്ടിരിക്കുന്ന ഒരു വാക്കാണ് അന്തരം. പക്ഷെ ഈ അന്തരം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് തെലുഗു അല്ല. കാരണം അന്തരം എന്ന് പറഞ്ഞ വേറൊരു തെലുഗു വാക്കുണ്ട്, അതിന്റെ അർത്ഥം ദൂരം, വ്യത്യാസം എന്നൊക്കെയാണ്. നമ്മുടെ മലയാളത്തിലുള്ള അന്തരം എന്നാണ്. പക്ഷെ ഈ അന്തരം നമ്മൾ അധികം ഉപയോഗിക്കാറില്ല, നമ്മുടെ ഒരു സാഹിത്യ ഭാഷയാണ്. പക്ഷെ അവരുടെ ഒരു സംസാര ഭാഷയിൽ അന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം. ഈ കൊറോണ ടൈമിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ ഭയങ്കര പോപ്പുലർ ആയ ടൈമിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അന്തരം എന്ന് പറയുന്ന ഒരു വാക്ക്. ഓക്കെ, അന്തരം. ഇവിടെ അന്തരം എന്ന് പറഞ്ഞ വാക്കിനും അന്തരം എന്ന് പറഞ്ഞ് നമ്മുടെ ലോക്കൽ സംസ്ഥാന ഭാഷയിൽ ഉപയോഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ആന്ധ്ര തെലങ്കാന ഭാഗത്തായിരുന്ന ടൈമിൽ. ഓക്കെ, ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരം എന്നാണ് വാക്ക്, അന്തരം എന്നും പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷെ നമുക്ക് അതങ്ങനെ പഠിക്കേണ്ട, കാരണം അതൊരു പ്രോപ്പറായ ഒരു ഇതല്ല. കാരണം അന്തരം എന്ന് പറഞ്ഞ വാക്കിന് വേറെ അർത്ഥമുണ്ട്. ഇനി അന്തരം എന്ന് പറഞ്ഞ ഈ വാക്ക് മറ്റുള്ള പ്ലൂറലായ വാക്കുകളുടെ ഒപ്പം ഉപയോഗിക്കാം. ഒരു ഉദാഹരണത്തിന് മീരന്തരു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മീരു എന്ന് പറഞ്ഞാൽ അറിയാലോ, താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ കുറെ പേർ. ഓക്കെ,
ആ നിങ്ങൾ കുറെ പേർ എന്ന് പറഞ്ഞ അത് പ്ലൂരലാണല്ലോ, ബഹുവചനാണല്ലോ. അതിന്റെ ഒപ്പം നമുക്ക് ഉപയോഗിക്കാം മീരന്തരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും, വാളന്തരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും. അതിന് കുറച്ചും കൂടി എളുപ്പത്തിന് വാരന്തരു എന്ന് വേണം പറയാം. വീളന്തരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും. നമുക്ക് എളുപ്പത്തിന് വീരന്തരു എന്ന് പറയാം. ഓക്കെ, ആയനന്തരു എന്ന് പറയാറില്ല, ഈരന്തരു എന്നും പറയാറില്ല. കാരണം ആയൻ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ, ബഹുമാനം കൊടുത്ത് പറയുന്നേ ഉള്ളൂ. ഈരെന്ന് പറഞ്ഞാലും ഒരാളെ ഉള്ളൂ, ബഹുമാനം കൊടുത്ത് പറയുന്നുള്ളൂ. അതല്ലാതെയുള്ള അതായത് മീരന്തരു, വാളന്തരു, വാരന്തരു, വീരന്തരു, വീളന്തരു, നമ്മൾ, ഞങ്ങൾ, മേമന്തരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും, മനമന്തരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും. മേമന്തരു മനസ്സിലായല്ലോ, ഞങ്ങളെല്ലാവരും. മനമന്തരു എന്ന് പറഞ്ഞത് കറക്റ്റായ വാക്ക് മനമന്തരു എന്നാണ് വേണ്ടത്. അതായത് മനം അന്തരു, മനമന്തരു. പക്ഷേ സംസാര ഭാഷയിൽ വീണ്ടും മന അന്തരു എന്ന് നമ്മൾ കേൾക്കാറുള്ളൂ. അവിടെ എന്റെ ഇടയിലുള്ള മ അധികം സ്ട്രെസ് ചെയ്യാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനന്തരു. ഓക്കെ, അങ്ങനെ പറയാറുള്ളൂ. ഓക്കെ, കുറച്ച് കൂടുതലായെന്ന് തോന്നുന്നു. നമ്മൾ ഈ നോർമലായിട്ട് സംസാരിക്കുന്ന ആ ഒരു 10-60 ക്രിയകൾ പറഞ്ഞു പോലില്ല. അതല്ലാതെ തന്നെ വീഡിയോ കുറെ ലോങ് ആയി. അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിച്ചത് അവർ എന്ന് വരികയാണെങ്കിൽ എങ്ങനെയാണ് വാക്യഘടന എന്നാണ്. അവർ എന്ന് പറയുന്നതിനുള്ള വാക്ക് വാരു, വാള്ളു. പിന്നെ ഇവർ എന്ന് പറയുന്നതിനും ഇതേ വാക്യഘടനയാണ്. അതുകൊണ്ട് വീരു, വീള്ളു. അതിനുശേഷം ഞാൻ പറഞ്ഞത് ഒരുത്തൻ, ഒരു, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞില്ല. മനുഷ്യൻ എന്നതിന് സംസാര ഭാഷയിലുള്ള വാക്കാണ് മനുഷി. ഓക്കെ, മനുഷി. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ വാക്ക് വെച്ച് പറയാം, ഒക്കെ മനുഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ. ഈ മനുഷ്യ എന്ന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഒരു മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ്. സ്ത്രീയും പുരുഷനും മനുഷ്യന്മാരാണല്ലോ. അതല്ലാതെ ഒരു പുരുഷൻ എന്ന വാക്കിനും മനുഷ്യൻ, മനുഷ്യ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഒക്കെ മനുഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾ, ഒരു മനുഷ്യൻ എന്നും അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഒരു ആണ്, ഒരു പുരുഷൻ എന്നും അർത്ഥമുണ്ട്. അതിന്റെ സ്ത്രീ, ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു മഹിള, ഒക്കെ മഹിള എന്നാണ്. ഓക്കെ, ഒക്കെ മഹിള. അപ്പം അതൊന്നും അധികം ഉപയോഗിക്കാറില്ല. ഒക്കെ വ്യക്തി എന്ന് പറഞ്ഞ വാക്കും വേണം പറയാവുന്നതാണ്. വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ വ്യക്തി തന്നെയാണ്. കുറച്ചും കൂടി ഒരു സാഹിത്യ ഭാഷ അത് ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പം ഒക്കെ മനുഷ്യ, ഒക്കെ മഹിള, ഒക്കെ മനുഷ്യക്ക് 2 അർത്ഥം, ഒക്കെ മഹിള, ഒക്കെ വ്യക്തി. ഓക്കെ, അപ്പൊ നമ്മൾ റീക്യാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വാരു, വാള്ളു, వీరు, వీళ్ళు. ഇത് വെച്ച് എങ്ങനെയാണ് వాకులుണ്ടാക്കുന്നത്? వస్తున్నారు, పోతున్నారు, వెళ్తున్నారు, వెళ్ళిపోతున్నారు, చెప్తున్నారు, చేస్తున్నారు, చదువుతున్నారు, నేర్చుకుంటున్నారు, അങ്ങനെ പറഞ്ഞ വാക്കുകളൊക്കെ. പിന്നെ അതിനുശേഷം ഒക്ക മനുഷി, ഇപ്പൊ ഞാൻ പറഞ്ഞത്. പിന്നെ ഒക്കടു, ഒക്കരു, പിന്നെ ഒക്ക അമ്മായി, ഒക്ക അബ്ബായി. അതിനുശേഷം പറഞ്ഞത് ഇద్దരു, അതിന് ഇద్దരം എന്ന് പറയാറുണ്ട്. മുഗുരു, പിന്നെ നൽഗുരു, ഐതുഗുരു. ഓക്കെ, നൽഗുരു വരെ മതി. അതിനുശേഷം 5 మంది, 6 మంది, 7 మంది, അങ്ങനെ 10 మంది, അങ്ങനെ 30 మంది, 40 మంది, 50 మంది, അങ്ങനെ. അതായത് എത്രയാണ് നമ്പർ അതിന്റെ ഒപ്പം മന്തി എന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത്രയും ആളുകളുടെ ഒരു നമ്പർ. അതിനുശേഷം അവസാനം പറഞ്ഞത് ഈ അന്തരം എന്ന് പറഞ്ഞ വാക്കാണ്. അന്തരം എന്ന് പറഞ്ഞ വാക്കിന്റെ വേറൊരർത്ഥം കൂടി ഞാൻ പറഞ്ഞു തന്നു. പിന്നെ ഈ അന്തരം എവിടെയൊക്കെ ഉപയോഗിക്കാം? അതായത് മീരന്തരു, വാരന്തരു, വാളന്തരു, വീരന്തരു, വീളന്തരു, പിന്നെ മേമന്തരു, മനവന്തരു. ഓക്കെ, അത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഓക്കെ, അതിനുശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ്. എത്രയും പറയുന്നുള്ളൂ. ലവ് യു ഓൾ. ബൈ.